ഹായ്. മഴ തിമിർത്ത് പെയ്യുന്നു. ഭയങ്കര മഴ, നല്ല ശക്തമായ മഴ. കണ്ടോ, കഠിനമായ മഴ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവും ഞാനിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണെന്ന്. എൻ്റെ അമ്മയുടെ ജീവനും പ്രാണനുമായ എൻ്റെ അമ്മയുടെ, എൻ്റെയും നമ്മുടെ കുടുംബ വീട്ടിലാണ് ഞങ്ങളിരിക്കുന്നത്. ഞങ്ങളല്ല, ഞാനിരിക്കുന്നത്. ദേ കണ്ടോ കണ്ടോ, എൻ്റെ ആങ്ങളയുടെ ഫോട്ടോയാണ് ഇരിക്കുന്നത്. എൻ്റെ അമ്മയുടെ ഫോട്ടോയൊക്കെ ഇങ്ങ് അപ്പുറത്താണ് ഇരിക്കുന്നത്. മുന്നേ ഇവിടെ ഇരുന്നതാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ? അമ്മയുടെ ആ റൂമും എല്ലാം അതുപോലെ ഭയങ്കര മഴ. അപ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് വന്നിരുന്നു. അപ്പോൾ ഭയങ്കര മഴ. ഇന്ന് ചീമച്ചക്ക കൊണ്ടുള്ള കറികളാണ്. ചീമച്ചക്കയും ഒരു ഉരുളൻ കിഴങ്ങും കൂടി ഇട്ട് അത് ഞാനൊരു വിഴുക്ക് വയ്ക്കാനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, നമുക്ക് മീനൊന്നും കിട്ടിയില്ല. കണ്ടോ, ഇത് ചീമച്ചക്ക തീയലിന് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ഇത് നമുക്ക് ഈ ചീമച്ചക്ക വിഴുക്ക് വയ്ക്കാനായിട്ട് ഞാനൊരു പാനടുപ്പിലേക്ക് വെച്ചു. നമുക്കതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചീമച്ചക്ക നമുക്ക് ആദ്യം വിഴുക്ക് വയ്ക്കാനായിട്ട് ഒരു പാനടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമുക്ക് ചീമച്ചക്ക വാരിയിടാം. ചീമച്ചക്കയും ഉരുളൻ കിഴങ്ങും കൂടി വിഴുക്ക് വയ്ക്കാനാണ്. ഇന്ന് ചീമച്ചക്ക കറിയാണ്. മീനൊന്നും കൊണ്ടുവന്നില്ല. കണ്ടോ, ഇന്നലെ മീൻ വണ്ടി വന്നിട്ട് ചോദിച്ചപ്പോൾ തന്നെ താഴെ വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മീൻ ഇല്ല. മീൻ കൂട്ടിയിട്ട് കുറച്ച് ദിവസമായി. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കാം. ഇനി നമുക്കൊന്ന് അടച്ചിടാം. ഉപ്പിട്ട് അതൊന്ന് ഇളക്കി നമുക്കതൊന്ന് അടച്ചിടാം. ഒന്ന് വേവട്ടെ. നമ്മുടെ വിഴുക്ക് ഒരു റെഡിയായി. ഇനി ഞാൻ തീയൽ വയ്ക്കാനായിട്ട്, ചീമച്ചക്ക തീയൽ വയ്ക്കാനായിട്ട് ഇത് ഒരു പാനടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു. ഞാൻ ഈ ചെറിയ സ്റ്റാൻഡ്, വീഡിയോ പിടിക്കുന്ന ചെറിയ സ്റ്റാൻഡ് കൊച്ചുമോനെടുത്ത് അത് റെഡിയാക്കി. അതുകൊണ്ടാണ് എനിക്ക് ഈ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. ശകലം ഉലുവ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീമച്ചക്ക, ഉള്ളി, പച്ചമുളക്. അതുപോലെ ഒന്ന് ഇളക്കാം.
ഞാനൊന്ന് വീടുക്കൊന്ന് ഇളക്കി നോക്കട്ടെ. ഈ നമ്മുടെ വീട്ട് സൂപ്പർ വീട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇടാം. അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് വറുത്ത എണ്ണയിൽ കടന്ന് പച്ചപ്പൊക്കെ ഒന്ന് മാറി വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ്. കാര്യം മഴയൊക്കെ ആയതുകൊണ്ട് ഗ്യാസൊന്നും ഉണ്ടാവാതിരിക്കും. നമുക്ക് ശകലം അത് നിന്ന് വരളട്ടെ, വരണ്ട് വരട്ടെ. ഈ പുതിയ തരം കറിയാണ് ഞാനന്ന് വെക്കുന്നത്. ചീമച്ചക്ക ഇട്ട് റെഡിയായി. അതിലേക്ക് ഞാനൊരു ഉണക്ക കൊഞ്ചിട്ടു. കണ്ടോ? ഇത് മീൻ കിട്ടാത്തത് കൊണ്ട് ഒരു പുതിയ തരം വെറൈറ്റി കറിയാണ് ഞാനിന്ന് വെക്കുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എന്ത് വരട്ടെ, പരീക്ഷിക്കാം. കറിയൊന്ന് തുറന്ന് നോക്കിയാലോ. ഓ ആവി 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 കൊണ്ടു നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ചീമച്ചക്കയും കുഞ്ചും കൂടി കണ്ടോ. ചോറ് തിന്നാൻ അട്ടിപ്പൊള്ളി ആയിരിക്കും. ഒന്നുകൂടി നെയ്യൊക്കെ തെളിഞ്ഞ് വരട്ടെ അല്ലേ. നമുക്ക് അടുത്ത് വയ്ക്കാം. അടുത്തത് രസം. നമ്മുടെ പഴയകാല എൻ്റെ അമ്മ വയ്ക്കുന്ന നാടൻ രസമാണ്. ഈ രസം മാത്രം മതി കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല. ഇത് വെളുത്തുള്ളി, കുരുമുളകും പുളിയും കടുവറുത്ത് നല്ല അടിപൊളി രസം വയ്ക്കാം. ഇരുന്ന് പിറ്റന്നൊക്കെ കൂട്ടുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. പഴങ്കഞ്ഞി കുടിക്കാനും ചോറ് തിന്നാനും അടിപൊളി രസം. സൂപ്പറാണ് കേട്ടോ, സൂപ്പർ. അടിപൊളി രസം റെഡിയായിട്ടുണ്ട്. ഈ തിളച്ച് വരുന്നുണ്ട്. കായപ്പൊടി
ഇത് നമ്മുടെ തനി നാടൻ രസം ഇവിടെ റെഡിയായിട്ടുണ്ട്. എൻ്റെ അമ്മയും അമ്മാമ്മയൊക്കെ ഉണ്ടാക്കുന്ന തനി നാടൻ രസമാണ്. നമുക്ക് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. ഇതിന് വലിയ ചിലവൊന്നും ഉള്ളതല്ല. നല്ല നാടൻ രസമാണ്. ഇതൊന്ന് തിളച്ച് ഇതായി കിട്ടുന്ന വഴിയൊക്കെ വെച്ചിരുന്ന് കൂട്ടാൻ എന്തൊരു ടേസ്റ്റ്. ഒന്നും കേൾക്കത്തില്ല. മഴയെന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി മഴയാണ് പെയ്യുന്നത്. അതും ഷീറ്റിൻ്റെ മണ്ടയിൽ വീഴുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് എന്തോ ശബ്ദം. അടിപൊളി രസമാണ് കേട്ടോ. നമ്മുടെ മെഴുക്ക് സൂപ്പർ മെഴുക്ക് റെഡി. ഇത് നമ്മുടെ തനിനാടൻ പഴയകാല രസം റെഡി. നമ്മുടെ ചീമച്ചക്കയും കുഞ്ചുപ്പൊടിയും കൂടെ ഇട്ട് വെച്ച തീയൽ റെഡി. നമ്മുടെ നല്ല സൂപ്പർ നാടൻ ചോറ് വേണം. ഇനി എന്തോ വേണം? നമ്മുടെ ഊണ് റെഡി. എൻ്റെ കിച്ചൺ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാണ് എൻ്റെ കിച്ചൺ വീഡിയോ. ചെറിയ വീഡിയോയാണ്. മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് ചീമച്ചക്ക കൊണ്ടുള്ള വിഭവങ്ങളായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയിരുന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.